നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാതെ സൗദിയിലെ ജയിലിലുള്ള റഹീമിനെ രക്ഷിക്കാനിറങ്ങിയവരെ ഒരിക്കൽ ചീത്ത വിളിച്ചിരുന്നു ഒരു വിഭാഗം. ആ ചീത്ത വിളിക്ക് കാരണമായി അന്നവർ പറഞ്ഞത് മതം. ഇന്നിത് നിമിഷപ്രിയയെ രക്ഷിക്കാൻ കളത്തിലിറങ്ങിയ കാന്തപുരം ഉസ്താദിനെ ചീത്ത വിളിക്കുകയാണ് ചിലർ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിപ്പോകും. പ്രതീഷ് വിശ്വനാഥിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: കാന്തപുരത്തിന് ഹൂത്തി ഭീകരന്മാരുമായി ബന്ധമുണ്ടോ അതോ വേറെ ഇടനിലക്കാർ വഴിയാണോ എന്നറിഞ്ഞാൽ നന്നായിരുന്നു. സർക്കാരിൻ്റെ പങ്കാളിത്തം ഈ ചർച്ചകളിലില്ലേ? നയതന്ത്ര തലത്തിൽ ഔദ്യോഗികമായാണോ കാന്തപുരം ഇടപെടുന്നത്? കേരളത്തിൽ നിന്നും മതം മാറ്റി സിറിയയിൽ കൊണ്ടുപോയ പെൺകുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഇടപെടലുകൾ നടക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രതീഷ് വിശ്വനാഥിൻ്റെ ഈ കുറിപ്പിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം മനുഷ്യസ്പർശമുള്ള ദൈവത്തിൻ്റെ കരങ്ങളാണ് ഇവിടെ കാന്തപുരത്തിലൂടെ നമ്മൾ കണ്ടത്. അതാണ് വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമകലെ നിമിഷപ്രിയയെ ആ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നയതന്ത്ര തലത്തിൽ ഇടപെടാൻ കാന്തപുരം ഉസ്താദിന് എന്ത് അർഹതയെന്ന് ചോദിക്കുന്ന പ്രതീഷ് വിശ്വനാഥിൻ്റേതുപോലെ ഒട്ടനവധി കുറിപ്പുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ത്യയിലെ 140 കോടി പൗരന്മാരിൽ ഒരാൾ മാത്രമാകാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എന്നാൽ അദ്ദേഹത്തിന് യമനിലെ മുസ്ലിം പണ്ഡിതരുമായി ബന്ധമുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിമിഷപ്രിയയെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചത്. കാന്തപുരം ഉസ്താദ് ഔദ്യോഗിക പദവികളൊന്നും ഇന്ത്യയിൽ വഹിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLAയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കാന്തപുരം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. അതും ദിവസങ്ങൾക്ക് മുൻപ് മാത്രം. നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ട്, നയതന്ത്ര തലത്തിൽ ഇടപെടാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ. രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഡിപ്ലോമാറ്റ് വിദേശകാര്യമന്ത്രി ഇന്ത്യക്കുള്ളപ്പോഴാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ചില പരിമിതികൾ നേരിട്ടത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജയിൽ, സങ്കീർണമായ ഗോത്രവർഗ നിയന്ത്രണങ്ങളും നിയമങ്ങളുമാണ് അവിടെ. തലാലിന്റെ കൊലപാതകം യമനിൽ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. തലാലിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമൊക്കെ നിമിഷപ്രിയയുടെ രക്തത്തിനു വേണ്ടി വാദിച്ചു. അതിശക്തമായ സമ്മർദ്ദമാണ് ഗോത്രത്തലവന്മാരിൽ നിന്നും ഉയർന്നത്. ഇതിനെ തുടർന്ന് ഏറ്റവും ശക്തമായ വിധി തന്നെയാണ് കോടതി പുറപ്പെടുവിച്ചത്. ഇവിടെയാണ് കാന്തപുരം ഉസ്താദ് തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ തന്റെ ഏറ്റവും അടുത്ത സൂഫി പണ്ഡിതനെ ഉപയോഗപ്പെടുത്തിയത്. കേരളത്തിൽ ഒരു പ്രത്യേക ഇമേജിന് വേണ്ടിയല്ല കാന്തപുരം ഇത്തരമൊരു യജ്ഞത്തിൽ പങ്കുചേർന്നത്. അദ്ദേഹത്തിൻ്റെ സൂഫി സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം നീക്കങ്ങൾ ഒരുപക്ഷെ ലോകതലത്തിൽ കാന്തപുരത്തിന് ചില ക്ഷീണം ഉണ്ടാക്കുക തന്നെ ചെയ്യും. തനിക്ക് മുന്നിൽ ലോകം ഇരുട്ടാകുന്ന നിമിഷങ്ങൾക്ക് തൊട്ടു മുൻപാണ് നിമിഷപ്രിയയെ കാത്ത് ആ സുപ്രധാന വാർത്തയെത്തിയത്. വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെച്ചിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് മർക്കസ് എന്ന തൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാമ്രാജ്യത്തിലിരുന്ന് കാന്തപുരം ലോകത്തോട് പറയുന്നു, മനുഷ്യസ്പർശമുള്ള കാരുണ്യ നീക്കങ്ങളാണ് ലോകത്തിന് വേണ്ടത്. അതാണ് മാനവികത. ഇന്നാട്ടിലും വിദേശത്തുമൊക്കെ കൊലക്കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തുകിടക്കുന്നവരോടും നിങ്ങൾക്ക് ഇതേ അനുകമ്പയുണ്ടോ എന്ന് ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവർ ചോദിക്കുന്നു. നിമിഷപ്രിയ നടത്തിയത് ഒരു ആസൂത്രിത കൊലപാതകം തന്നെയെന്ന ഉറച്ച ബോധ്യമാണ് ശ്രീജിത്ത് പണിക്കരെ ഇത്തരമൊരു നിലപാടെടുപ്പിക്കാനുള്ള കാരണം. എന്നാൽ യമൻ ഉൾപ്പെടെ ഇസ്ലാം നിയമം അനുശാസിക്കുന്ന ഇടങ്ങളിലൊക്കെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് കൊലയാളിക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ അവസരമാണ് കാന്തപുരം ഉസ്താദും ഉപയോഗപ്പെടുത്തിയത്. ശ്രീജിത്ത് പണിക്കരുടെ ന്യായബോധം ഈ കൊടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തോടും നമ്മൾ വിയോജിക്കേണ്ട. ഇവിടെയാണ് ഉദ്യോഗത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ മനുഷ്യസ്പർശവുമായി എത്തിയ കാന്തപുരത്തിൻ്റെ ഇടപെടലുകളുടെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഒരു ഉയിര് കാത്ത സംഭവം. നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതികളുള്ള യമനിൽ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു കാന്തപുരത്തിൻ്റെ നീക്കങ്ങൾ. കാന്തപുരത്തെ നമുക്ക് വിയോജിക്കാൻ, കാന്തപുരത്തിനെതിരെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിലനിൽക്കെ അദ്ദേഹം നടത്തിയത് മഹത്തായ ഒരു മനുഷ്യ സേവനമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. മരണം മുഖാമുഖം കണ്ട് ജയിലിനുള്ളിൽ കഴിയുന്ന നിമിഷപ്രിയ, എന്നാൽ നിമിഷപ്രിയയുടെ ഉയിര് കാത്തുകൊണ്ട് കേരളത്തിൻ്റെ കാന്തപുരം ഉസ്താദ് കേരളത്തിന് മുന്നിൽ ഒരു ജ്വലിക്കുന്ന താരമായി ഇന്നലെ അവതരിച്ചു. സുഹൃത്തും യമനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ റഫീൽ വഴിയാണ്
കാന്തപുരം ഉസ്താദ് കാര്യങ്ങൾ നീക്കിയത്. ഒടുവിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ടുള്ള സുപ്രധാന ഉത്തരവ് അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തെ അറിയിച്ചു. കേരളത്തിൽ പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തി തന്നെയാണ് കാന്തപുരം ഉസ്താദ്. എന്നാൽ അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന്റെ കൂട്ട് എന്നത് വ്യക്തം. കോഴിക്കോട് ജില്ലയിലെ മർക്കസ് എന്ന അത്ഭുത സാമ്രാജ്യം ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. അതിന് തൊട്ടടുത്ത് എൻ്റെ ബന്ധു രാജൂസ്കറിയ എന്നയാൾ താമസിക്കുന്നു. അദ്ദേഹത്തിന് വീട്ടിലെത്തുമ്പോഴൊക്കെ തൊട്ടു മുന്നിലുള്ള ഈ മർക്കസ് കോംപ്ലക്സ് വലിയ അത്ഭുതമായി എൻ്റെ മുന്നിൽ നിന്നു. കാന്തപുരത്തെക്കുറിച്ച് പലവിധ കഥകൾ കേരളത്തിൽ നിറഞ്ഞിരുന്നു. മർക്കസ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പിന്നിൽ പോലും ഒട്ടനവധി വിവാദങ്ങൾ. എന്നാൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷാ ഇളവ് ഇപ്പോൾ കാന്തപുരത്തെ വീണ്ടും ഉന്നതങ്ങളിലെത്തിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് രണ്ടഭിപ്രായമില്ല. സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സമസ്ത കേരള 1989 ഒരു പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു. അന്നു മുതലാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ പേര് കേരളത്തിൽ ശക്തമായി ഉയർന്നു കേട്ടത്. മുസ്ലിം ലീഗും സമസ്തയുമായി നിലനിന്നിരുന്ന കൂട്ടുകെട്ട് അതിനെ നഖശികാന്തം എതിർത്തിരുന്നു AP അബൂബക്കർ മുസ്ലിയാർ. സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം മുസ്ലിം ലീഗിന്റെ B ടീമായി പ്രവർത്തിക്കുന്നുവെന്നതായിരുന്നു അന്ന് വിമർശകർ ഉയർത്തിയ മുഖ്യ ആരോപണം. ജോയിന്റ് സെക്രട്ടറിയായി അന്ന് സമസ്തയിൽ പ്രവർത്തിച്ചിരുന്ന കാന്തപുരം ഉസ്താദ് തന്നെയായിരുന്നു ലീഗ് ബന്ധത്തെ എതിർക്കുന്നതിന്റെ കൂന്തമുനയും. സമസ്ത പണ്ഡിതരുടെ സംഘടനയാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അതിലപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ B ടീമായി പ്രവർത്തിക്കേണ്ട ഗതികേട് സമസ്തയ്ക്കില്ല എന്ന ആശയമാണ് അദ്ദേഹം ഉയർത്തിയത്. ഈ തർക്കത്തെ തുടർന്നാണ് 1989 സമസ്ത പിളരുന്നത്. അന്ന് സമസ്തയുടെ മുഷാവറയിൽ നിന്ന് 6 പേർ പുറത്തു വന്നു. തുടർന്ന് 6 പേരെ പുറത്താക്കിയതായി സമസ്തയുടെ പ്രഖ്യാപനം. അന്ന് ലീഗിനോട് കലഹിച്ച് പുറത്തു വന്ന സമസ്തയിലെ പ്രമുഖനായി AP അബൂബക്കർ മുസ്ലിയാർ. ലീഗിനോട് കലഹിച്ച് പുറത്തേക്ക് വന്ന സമസ്തയെ അന്ന് ചേർത്ത് പിടിച്ചിരുന്നു CPM. അന്നു മുതൽ CPMുമായി തുടങ്ങിയ ആ ഹൃദയബന്ധം പിന്നീട് പിണറായിലേക്ക് കാന്തപുരത്തെ അടുപ്പിച്ചു. കാന്തപുരത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കാന്തപുരം. 1987 മതപരമായി ബന്ധമുള്ള എല്ലാ കക്ഷികളെയും അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരാശയമാണ് അന്ന് CPM അവതരിപ്പിച്ചത്. സമസ്തയിലുണ്ടായ പിളർപ്പ് പക്ഷേ CPMനെ സംബന്ധിച്ച് മറ്റ് ചില സൂചനകൾ നൽകി. മുസ്ലിം സമുദായത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു സൂത്രവഴിയായി ഈ പിളർന്ന സമസ്തയെ അവർ കണ്ടു. പിന്നീട് CPM സമസ്തയിൽ നിന്ന് പിളർന്ന കാന്തപുര വിഭാഗത്തെ ചേർത്ത് പിടിച്ചത് ഒറ്റ കാരണത്താൽ. എന്നാൽ ഈ ബന്ധം കൊണ്ട് കാന്തപുരത്തിന് എന്തു നേട്ടം എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ കാന്തപുരം ആദ്യം വിവാദങ്ങളിൽപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് സുന്നികളെന്നും അരിവാൾ ചുറ്റിക സുന്നിയെന്നും അവർ കാന്തപുരത്തെ അധിക്ഷേപിച്ചു തുടങ്ങി. ഒരു വശത്ത് സമസ്ത സജീവമായി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ വഹാബി വിഭാഗം അവരുടെ സ്ത്രീകളുടെ പള്ളിപ്രവേശം, വിദ്യാഭ്യാസം എന്നിങ്ങനെ അംഗീകാരം ലഭിക്കുന്ന പുരോഗമന കാഴ്ചപ്പാടുകളിലേക്ക് കടന്നു. എന്നാൽ സുന്നി വിഭാഗത്തെ മറികടന്ന് വഹാബ് വിഭാഗം കേരളത്തിൽ തലയുയർത്തുന്നത് AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഒരു മത്സരാധിഷ്ഠിത ബോധ്യത്തിന് കാരണമായി. ആൾബലത്തിൽ കൂടുതലാണ് സുന്നികൾ, എന്നാൽ പൊതുസമൂഹത്തിന്റെ അംഗീകാരം സുന്നി വിഭാഗത്തിന് തുലോം കുറവ്. ഒടുവിൽ സുന്നി വിഭാഗത്തിന് അസ്തിത്വമുണ്ടാക്കിയെടുക്കലായി കാന്തപുരത്തിന്റെ ലക്ഷ്യം. വിജയിക്കുക എന്ന ഒറ്റ ഫോർമുല മാത്രമായിരുന്നു കാന്തപുരത്തിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കൊപ്പം പലപ്പോഴും അദ്ദേഹം പിന്നീട് സഞ്ചരിച്ചു. എന്നാൽ സമുദായത്തിലും ലോകത്തിലെ മുസ്ലിം പണ്ഡിതർക്കും ഭരണാധികാരികൾക്കുമിടയിൽ അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളം രാഷ്ട്രീയ ഇസ്ലാമിന്റെ പിടിയിലാണ്. എന്നാൽ കേരളത്തിലെ മുസ്ലിം പാരമ്പര്യം തീവ്ര സലഫിസത്തിനെതിരാണ് എന്ന വാദമുഖമാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത്. മമ്പറം തങ്ങളും കോന്തുനായരും സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും ഒക്കെയുള്ള ബന്ധം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോഴിക്കോടിൻ്റെ മതേതര സൗഹാർദ്ദം തന്നെയാണ് കാന്തപുരം തൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായി ഉയർത്തിപ്പിടിച്ചതും. കേരളീയ ശൈലിയിൽ സമാധാനപരമായ സഹവർത്തിത്വം, അതിലൂടെ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ആശയത്തിന് അദ്ദേഹം രൂപം നൽകി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും കാന്തപുരം ഒരുക്കമായിരുന്നില്ല. എന്നാൽ മതേതര കേരളത്തിൻ്റെ മുഖം നഷ്ടപ്പെടുത്തരുത് എന്ന ഉറച്ച വാദമുഖം അദ്ദേഹം പല ഇടങ്ങളിലും ഉയർത്തി. ഓരോ സമൂഹത്തിലും ഇസ്ലാം വളർന്നത് അവിടുത്തെ നാട്ടാചാരങ്ങളുമായി ചേർന്നുള്ള കൊടുക്കൽ വാങ്ങലിലാണ് എന്ന് കാന്തപുരം പറഞ്ഞു. മറ്റു വിശ്വാസങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കരുത് എന്ന് തൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം
കൂടെയുള്ളവരോട് ഉപദേശിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളും പണ്ഡിതരും ബഹുമാനിക്കുന്ന പണ്ഡിതൻ എന്ന തലത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച സ്വാഭാവികമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ കൂടുതൽ സൂഫി പണ്ഡിതർ വിലമതിക്കുന്നതും അതുകൊണ്ട് തന്നെ. ചേകന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിവാദങ്ങളുടെ തലത്തിൽപ്പെട്ടു. 1993 ജൂലൈ 29 ചേകന്നൂർ മൗലവിയെ കാണാതാവുന്നത്. അദ്ദേഹത്തെ കാന്തപുരത്തിന്റെ സംഘടനയുടെ ഭാഗമായ സുന്നി ടൈഗർ ഫോഴ്സ് പ്രവർത്തകർ വധിച്ചുവെന്ന ആരോപണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം ചിലർ ഉയർത്തിയത്. പിന്നീട് കേരളത്തിന്റെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു. തുടർന്ന് ഈ കേസിൽ CBI അന്വേഷണം വരെ നടന്നു. എന്നാൽ കാന്തപുരവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമൊക്കെ ഈ കേസിൽ നിരപരാധികളാണ് എന്ന് CBI വിധി എഴുതി. കാന്തപുരത്തിനെതിരെ CPM വരെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ച പിന്നീട് കേരളം കണ്ടു. അത് തിരികേശം വിവാദവുമായി ബന്ധപ്പെട്ട്. തിരുകേശം സൂക്ഷിക്കാൻ ഒരു പള്ളി നിർമ്മിക്കുമെന്ന കാന്തപുരത്തിന്റെ പ്രഖ്യാപനത്തെയാണ് CPM അന്ന് പരിഹസിച്ചത്. പ്രവാചകന്റെ കേശം സൂക്ഷിക്കുന്നതിനും വിശ്വാസികൾക്ക് അത് കാണുന്നതിനുമായി ഒരു പള്ളി നിർമ്മിക്കുന്ന പദ്ധതിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ വലിയ വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടു. ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ കാന്തപുരത്തിന്റെ വീഴ്ച പ്രതീക്ഷിച്ചിരുന്ന ഒട്ടനവധി ശത്രുക്കളും കേരളത്തിലുണ്ടായി. കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ കാന്തപുരത്തിന്റെ വളർച്ചയെ ഭയപ്പെട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ചയാണ് പിന്നീട് കാന്തപുരം കാഴ്ചവെച്ചത്. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അനതിസാധാരണമായ അദ്ദേഹത്തിന്റെ കഴിവ്. മർക്കസ് എന്ന മഹാസാമ്രാജ്യത്തിന് അദ്ദേഹം രൂപം കൊടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. തൻ്റെ മരണശേഷം തൻ്റെ ഓർമ്മയ്ക്കായുള്ള ആ കുടീരം അത് മർക്കസ് കോംപ്ലക്സിലായിരിക്കണം. അങ്ങോട്ടേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തും എന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ജോലി, പള്ളിപ്രവേശം എന്നീ കാര്യങ്ങളിൽ ആധുനിക തലമുറയുമായി യോജിക്കാത്ത നിരവധി തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് കേട്ടതായി നമുക്ക് തോന്നാം. എന്നാൽ താൻ ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ അണുവിട വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന കാന്തപുരത്തെയാണ് പലപ്പോഴും കേരളം കാണുന്നത്. മലപ്പുറത്തെ മാദീൻ അക്കാദമിയും മർക്കസുമൊക്കെ അത്ഭുത കേന്ദ്രങ്ങൾ തന്നെയാണ്. ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ജോലിക്കായി കയറിപ്പോകുന്നു. കാശ്മീർ പ്രശ്ന കാലഘട്ടത്തിൽ കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മർക്കസ് ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരമൊരുക്കിക്കൊണ്ട് മറ്റൊരു വിപ്ലവത്തിനും അന്ന് കാന്തപുരം തുടക്കമിട്ടിരുന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൻ്റെ ക്യാമ്പസിലെ കോളേജുകൾക്ക്. ഇവിടെ ഇന്ത്യൻ സർക്കാർ തോറ്റു, കാന്തപുരം ജയിച്ചു എന്ന വാദഗതികളൊക്കെ അടിസ്ഥാനരഹിതമാണ്. കൂട്ടായ പരിശ്രമമാണ് ഇന്ത്യയുടെ സർക്കാരും ഗവർണറും കാന്തപുരവുമൊക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി നടത്തിയത് എന്നത് വ്യക്തം. നിമിഷപ്രിയയുടെ കഥ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവരുടെ സാഹചര്യം തന്നെയാണ് അവരെ കൊലയാളിയാക്കിയത്. നിഷ്ഠൂരം നിമിഷപ്രിയ എന്ന യുവതിയെ ചൂഷണം ചെയ്ത തലാൽ എന്ന യുവാവിനെ അവർ ഒരു പ്രത്യേക നിമിഷത്തിൽ സന്ദർഭത്തിൽ കൊല ചെയ്യുന്നു. കാന്തപുരം ഇടപെട്ട് ഒടുവിൽ വധശിക്ഷ മാറ്റിവെച്ച സുപ്രധാന ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇത് ഒരുമയുടെ കേരള സ്റ്റോറി തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലെ കാന്തപുരം പറഞ്ഞത്. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഞാൻ ചെയ്തു. ഒരു കൊലപാതകിയാണ് നിമിഷപ്രിയ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ വധശിക്ഷ വിധിച്ച് മണിക്കൂറുകളും നിമിഷങ്ങളുമൊക്കെ എണ്ണി കഴിയുന്ന ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ടല്ലോ, അതുതന്നെയാവാം ലോകത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷ. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച ചർച്ചയ്ക്ക് അവസരമൊരുക്കുന്നതിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെ മാതൃകയാണ് എന്ന് KK ശൈലജ. ഇന്നലെ കാന്തപുരത്തിന് അഭിനന്ദനങ്ങളുടെ കേളികൊട്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ്, K രാധാകൃഷ്ണൻ തുടങ്ങി ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അഭിനന്ദിക്കാത്തവരില്ല. ഇപ്പോഴിതാ വധശിക്ഷ നീട്ടിവെച്ചു എന്ന ഉത്തരവിനെ ചൊല്ലി വലിയ വാഗ്വാദം കേരളത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു. ആരാണ് ഉത്തരവിന് പിന്നിൽ എന്ന തർക്കമാണ് ഉയരുന്നത്. ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ എന്നതാണ് വാസ്തവം. ഇവിടുത്തെ ചാനൽ ചർച്ചയും മഹത് എഴുത്തുകാരും സോഷ്യൽ മീഡിയയും ഒക്കെ നിമിത്തം യമനിൽ വംശീയ കലാപം ഉണ്ടാകാൻ പോകുന്നു എന്നുവരെ ചില വാർത്തകൾ വരുന്നു. തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല എന്ന് ആവർത്തിക്കുമ്പോൾ അവിടെ ഇനിയും കാന്തപുരത്തെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ കാണാൻ നിരവധി ആളുകൾ സനയിലെ ജയിൽ ഭാഗത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം മുതൽ വന്നു തുടങ്ങി എന്ന വാർത്തകൾ യമനിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നു.
നടുക്കത്തോടെയാണ് ഇത്തരം വാർത്തകൾ കേട്ടത്. നിമിഷപ്രിയയുടെ വധശിക്ഷയെ ചൊല്ലി യമനിൽ ഒരു കലാപ സാധ്യത വരെയുണ്ട് എന്ന വാർത്തകൾ നമ്മെ കൂടുതൽ നടുക്കിക്കളഞ്ഞു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകൾ എന്നത് ഈ സംഭവത്തെ മഹത്വവൽക്കരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കാന്തപുരം ഉസ്താദ് തന്നെയാണ് ഇവിടെ ഹീറോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.